ഗൈസ്, വെൽക്കം ടു ഫുട്ബോൾ മാൻ. ആ ഒരു വെള്ളക്കൊട്ടാരം സാന്റിയാഗോ ബെർണാബ്യൂ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമായ ഒരു ഗ്രൗണ്ടാണത്. ഇന്നലെ നടന്ന മാഡ്രിഡ് ഡെർബിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെ 2-3 ഗോളുകളാണ് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തിയത്. നല്ല എന്താ പറയാ, ഒരു കിണ്ണം കാച്ചി പെർഫോമൻസ്. തുടക്കം മുതലേ അറ്റാക്ക് ചെയ്ത് പ്രസ് ചെയ്ത് ഒരു അഡാർ പെർഫോമൻസ്. റയൽ മാഡ്രിഡ് ലാസ്റ്റ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നമ്മുടെ സാക്ഷാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ചുകൊണ്ടാണ് ചൈത്രയാത്രയായിട്ട് മുന്നോട്ട് വന്നത്. അത് നമ്മുടെ ലാലിഗയില് മാഡ്രിഡ് ഡെർബിയിൽ നമുക്ക് കാണാൻ പറ്റി. ആദ്യ പകുതിയിൽ ശരിക്കും ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് ലുക്മാനിലൂടെ ലീഡ് എടുത്തിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പെർഫോമൻസ് എല്ലാവർക്കും അറിയാലോ. അതായത് സിമിയോണിയുടെ തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ. അതായിരുന്നു അവന്മാർ നോക്കിയത്. അത് ശരിക്കും വിജയിക്കുകയും ചെയ്തു. ഫസ്റ്റത്തെ ഗോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് ശരിക്കും വിജയിച്ചിട്ടുണ്ടായിരുന്നു. സിറ്റ് ബാക്ക് ചെയ്തു, കൗണ്ടർ കിട്ടിയപ്പോൾ ലുക്മാനും അൽവാരസും ഗ്രീസ്മാനും എല്ലാവരും കൂടി പറന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് സംഭവം അടിച്ചു കയറ്റി. പക്ഷെ അതൊരു നല്ലൊരു ഗോളായിരുന്നു. ഒരു ശരിയായ ടീം വർക്ക്. ആ ഒരു അസിസ്റ്റ് അതിങ്ങനെ കാലിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ബാക്ക് ഹീൽ ചെയ്തിട്ട് ലുക്മാൻ ഒരു കൊടുക്കലുണ്ടായിരുന്നു. അടിപൊളി സാധനമായിരുന്നു. പക്ഷെ എന്താണ്, നേരെ തിരിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കളി വീണ്ടും മാറി. മാഡ്രിഡിന്റെ അറ്റാക്ക്, റയൽ മാഡ്രിഡിന്റെ അറ്റാക്ക്. അല്ലെങ്കിൽ സാന്റിയാഗോ ബെർണാബ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശവപ്പറമ്പാണത്. ആർക്കായാലും എതിരാളികളുടെ ശവപ്പറമ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത് തന്നെ. ആ ഒരു തൂവെള്ള കൊട്ടാരം, ആ ഒരു ഫാൻ ബേസും ആ ഒരു സംഭവം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഒരു ടിഫോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ, അത് കണ്ടാൽ തന്നെ പേടിച്ചു പോകും. അത് കണ്ടാൽ തന്നെ ആരായാലും പേടിച്ചു പോകും. അമ്മാതിരി സെറ്റപ്പാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കളിക്കാരൻ, ഒരു പ്ലെയർ, വാൽവർഡ്. എന്ത് പഹയനാണ് ചങ്ങായി അത്! ഏത് സാധനാണത്! ഒരു DM ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് എന്ന് പറയേയില്ല വാൽവർഡേനെ. ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു റൺ ഉണ്ടായിരുന്നു. ബോള് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഡിഫൻഡറിനെയും കടത്തി വിട്ടിട്ട് ഒരു ഓട്ടാണ്. എന്തോ മറ്റേ ജെറ്റെങ്ങാനും വിട്ട പോലെ. മിസൈലൊക്കെ ചിലപ്പോൾ ബാക്കിൽ നിൽക്കേണ്ടി വരും. അമ്മാതിരി റണ്ണ്. ഇഞ്ച് കണക്കിനാണ് ആ സാധനം മിസ്സായി പോയത്. ഇഞ്ച് കണക്കിന് അത് പോസ്റ്റിന് തട്ടിത്തെറിച്ചു. ഇഞ്ച് കണക്കിന്. അതിനുശേഷം വാൽവർഡേന്റെ അടുത്ത് വളരെ സുന്ദരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെ സുന്ദരമായ. വാൽവർഡെ മാത്രമല്ല, റിയൽ മാഡ്രിഡിലെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റാർട്ടിങ് 11 പ്ലേയേഴ്സ് ഒക്കെ ഇഞ്ചോർഡ് ആണ്. മെയിൻ അവരുടെ നമ്പർ 1 ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടുള്ള കോർട്ടുവ അടക്കം ഇഞ്ചോർഡ് ആണ്. ബെല്ലിങ്ങാം ഇല്ല, എംബാപ്പെ ഇല്ല, ആരും ഇല്ലാണ്ടാണ് മാഡ്രിഡ് ഇറങ്ങിയത്. എന്നിട്ടും എറേബോളെ പോലത്തെ ഒരു മാനേജറിന് ഈ ഒരു മാഡ്രിഡ് ഡെർബിയിൽ വിൻ ചെയ്യാൻ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഹാറ്റ്സ് ഓഫ്. നല്ലൊരു പെർഫോമൻസ് ആണ്. ഇപ്പൊ വെറും 4 പോയിന്റ്സ് മാത്രമേ ബാർസേ ആയിട്ടുള്ളൂ. ലാലിഗയിലും കിരീട പോരാട്ടം എന്താ പറയാ, ഇഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രീമിയർ ലീഗിലുള്ള പോലെ തന്നെ ലാലിഗയിലും നല്ല ഇഞ്ച് പോരാട്ടം ബാർസയും മാഡ്രിഡും തമ്മിൽ നടക്കുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയർ പിന്നെ എടുത്തു പറയേണ്ട ഒരു കളിക്കാരനാണ് വിനീഷ്യസ് ജൂനിയർ. അതായത് എല്ലാവർക്കും അറിയാം, അധിക്ഷേപങ്ങൾ കൊണ്ട് ആറാട്ടിയ ഒരു പ്ലെയറാണ്. എത്രത്തോളം എനിക്ക് തോന്നുന്നു ഒരു ഫുട്ബോൾ ജീവിതത്തിൽ, ഒരു ഫുട്ബോൾ കരിയറിൽ ഇത്രത്തോളം അധിക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു പ്ലെയറാണ്. വംശീയമായി അധിക്ഷേപിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ അത് ഞാൻ പറയാം വിനീഷ്യസ് ജൂനിയർ തന്നെയായിരിക്കുന്നതാണ്. വിനി എന്ന് അറിയപ്പെടുന്ന നമ്മുടെ വിനീഷ്യസ് ജൂനിയർ 2 ഗോളുകളാണ് ഇന്നലെ. 2 ഗോൾ. അതിലൊന്ന് പെനാൽറ്റി ആയിരുന്നു. പക്ഷെ ആ രണ്ടാമത്തെ ഗോൾ അടിപൊളി. ഏതാ സാധനം, കേളർ അടിച്ച് അണ്ടം കയറ്റാന്നൊക്കെ പറയില്ല, ആ ഒരു സംഭവമായിരുന്നു വിനീന്റെ അടുത്ത്. പക്ഷെ നമ്മൾ എടുത്തു പറയാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സെക്കൻഡ് ഗോളും അതൊരു മിസൈലായിരുന്നു കേട്ടോ. പൊന്നോ, അത് കണ്ടില്ലെങ്കിൽ എല്ലാരും ഒന്ന് പോയിട്ട് കാണണം. സിമിയോണി വരെ തലക്ക് കൈവച്ചു പോയി. അമ്മാതിരി സാധനമാണ്. എന്തായിരുന്നു അവന്റെ പേര്, എന്നോട് പേര് മറന്നുപോയി. അടിച്ച് കയറ്റി കളണം. ബ്രില്യന്റ് സാധനമായിരുന്നു. പക്ഷെ നമ്മുടെ ഈ വാൽവർഡ് വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. വാൽവർഡ് ഒരു വല്ലാത്ത ഭയം തന്നെയാണ്, വല്ലാത്ത ഭയം. നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റ് ലെഗ്, ബെർണാബേയിൽ വെച്ച ഫസ്റ്റ് ലെഗ് സിറ്റിക്കെതിരെ ഹാട്രിക് നേടിയത് വാൽവർഡാണ്. അതും ഫസ്റ്റ് ഹാഫിൽ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു, എംബാപ്പെ ഒന്നും ഇല്ലാതെ. അപ്പൊ തന്നെ അന്നത്തെ കളിയിലോട് കൂടി തന്നെ വാൽവർഡയുടെ റേഞ്ച് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു ഗെയിമിൽ അതൊരു
ഒരു വല്ലാത്ത ജാതി പഹയനാണ് ഈ വാൽവെർഡെ. പല ബിഗ് ക്ലബ്സും നോക്കുന്നുണ്ട് വാൽവെർഡേനെ. പക്ഷെ എന്തായാലും റയൽ മാഡ്രിഡ് വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കിരീട പോരാട്ടം പ്രീമിയർ ലീഗ് പോലെ തന്നെ ലാലിഗയിലും അടിപൊളിയായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് വരുന്നുണ്ട്. ഇനി ഓരോ മാച്ചുകളും ബാർസക്കായിക്കോട്ടെ മാഡ്രിഡിനായിക്കോട്ടെ ജീവൻ മരണ പോരാട്ടമാണ്. അത്ലറ്റിക്കോ മാഡ്രിഡ് പിന്നെ പിക്ചറിലില്ല, നല്ല പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. ബാർസയും റയൽ മാഡ്രിഡും തമ്മിൽ മാത്രമാണ് ഇനിയുള്ള പോരാട്ടം. എന്തായാലും അന്തസ്സായിട്ട് തന്നെ മാഡ്രിഡ് ഡെർബി അന്തസ്സായിട്ട് തന്നെ റയൽ മാഡ്രിഡ് ജയിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് നല്ല അടിപൊളി പെർഫോമൻസ് ആയിട്ട്. എംബാപ്പയുടെ ആ ഒരു ഇതൊന്നും കാണാനേ ഇല്ലായിരുന്നു. പക്ഷെ ഡിഫൻസിൽ കുറച്ച് ഷോക്കായിട്ട് എനിക്ക് തോന്നി. കോർട്ടോ ഇല്ലാതെ ലുനിന് അത്ര വലിയ ഒരു ഇത് നടന്നില്ല. പിന്നെ റുഡിഗർ, കാർവഹാൾ, ഹോയിലിൻസൺ ഒക്കെ ഉള്ള മാഡ്രിഡ് ഡിഫൻസ് കോട്ട അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈസി ആയിട്ട് ആ ഫസ്റ്റത്തെ ഗോൾ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. സുഖസുന്ദരമായിട്ടാണ് കാർവാളിനൊക്കെ കട്ട് ചെയ്ത് റൂഡിഗറിനെയൊക്കെ നിഷ്പ്രഭമാക്കി കൊണ്ടുള്ള ഒരു ലുക്മാന്റെ ഗോളായിരുന്നത് ഫസ്റ്റത്തെ ഗോൾ. പക്ഷെ അതിലൊന്നും തളരാതെ റയൽ മാഡ്രിഡ് ഡെർബിയിൽ ജയിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയൊരു ചാനലാണ്. എനിക്കിതിന് മുന്നേ വേറൊരു ചാനലുണ്ട്, അതെല്ലാവർക്കും അറിയാം, റെഡ് ഡെവിൾസ് ടോക്സ്, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്. ഞാനൊരു യുണൈറ്റഡ് ആരാധകനാണ്. ഈ ഒരു ചാനൽ ഞാൻ എല്ലാ ഫുട്ബോൾ ഫാൻസിനും വേണ്ടിയിട്ടും തുടങ്ങിയതാണ്, ഫുട്ബോൾ മാൻ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതിൽ നമ്മുടെ എല്ലാ മാച്ചസും ബിഗ് മാച്ചസ് എല്ലാ മാച്ചസും ഉണ്ടാകുന്നതായിരിക്കും. ചാമ്പ്യൻസ് ലീഗ് ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിലെ മാച്ചസ് ആയിക്കോട്ടെ, എല്ലാ മാച്ചുകളും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.